ഒരു സ്ത്രീ എന്ന നിലയിൽ പറയുന്നിടത്തോളം ഒരു സ്ത്രീക്ക് എപ്പോഴും ഒരു ജോലി ആവശ്യമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലൊരു കുടയുള്ളതും നമ്മൾ ഒരാളുടെ കുടയിൽ കയറുന്നതിന് വ്യത്യാസമുണ്ട്. നമ്മൾ വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. നമുക്ക് ഒരുപാട് ഇങ്ങനെ തടസ്സങ്ങൾ വരാം. നമ്മൾ ആ ഓരോ തടസ്സങ്ങളും മാറ്റി നമുക്ക് നമ്മുടെ സക്സസ്സിലോട്ട് നമുക്ക് ഒരുപാട് മുള്ളുകളിൽ കൂടെ നടന്ന് എത്താൻ പറ്റുള്ളൂ. സാറിനെ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു, സാറേ എനിക്ക് എത്ര കിട്ടുമായിരിക്കും. അപ്പോൾ സാറ് പറയും 30 മാക്സിമം 30 എത്തും എന്ന് പറഞ്ഞായിരുന്നു. അപ്പം സാറ് പറഞ്ഞത് സത്യമായി. കറക്റ്റ് 30ാമത്തെ റാങ്ക് തന്നെയായിരുന്നു. ഫസ്റ്റ് അഡ്വൈസ് വരണമെന്നായിരുന്നു. കാര്യം PSCയിൽ വന്ന് റാങ്ക് ലിസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്നിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ മുന്നോട്ടുള്ള റാങ്ക് തന്നെയാണ്. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഒന്നാമതെന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം. കേരള ബാങ്കിന്റെ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് സഹകാരിയിൽ സന്തോഷം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കേരള ബാങ്കിലെ സൊസൈറ്റി കാറ്റഗറിയിൽ 30ാം റാങ്ക് വാങ്ങി ഇപ്പോൾ നിലവിൽ അഡ്വൈസ് കൈപ്പറ്റി അല്ലേ ജയശ്രീ? അഡ്വൈസ് കൈപ്പറ്റി അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാൻ പോയി നിൽക്കുന്ന ജയശ്രീയാണ്. ജയശ്രീയെ കുറിച്ച് പറയുമ്പോൾ ജയശ്രീക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ഒന്ന്, നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് മാത്രമല്ല, എസ്പെഷ്യലി നമ്മൾ ഒരു ലേഡി എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻസ്, ആ കൺസ്ട്രെയിൻസ് എത്രത്തോളം നമുക്ക് അതിജീവിച്ച് കടക്കാൻ പറ്റും. കാരണം ഇങ്ങനൊരു വലിയ മത്സരത്തിൽ 30ാം റാങ്കിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. അപ്പോൾ എസ്പെഷ്യലി ബീങ് എ ലേഡി, അതുപോലെ വർക്കിംഗ് വുമൺ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം, ഇങ്ങനെയൊരു പ്രശ്നം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എഴുതുന്ന ഒരു സജഷനും അതുപോലെ ഒരു മോട്ടിവേഷനൊക്കെ തരാൻ ജയശ്രീക്ക് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ജയശ്രീ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ ജയശ്രീ, ആദ്യം നമ്മൾ ഈ ഒരു അച്ചീവ്മെന്റ് ആർക്കാണ് സമർപ്പിക്കുന്നത്? ആദ്യം ദൈവത്തിനാണ് ഈ അച്ചീവ്മെന്റ് കൊടുക്കുന്നത്. രണ്ടാമത് എൻ്റെ ഭർത്താവിനും എൻ്റെ കുട്ടിക്കും. അവര് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനും എല്ലാമാണ്. എനിക്ക് പഠിക്കാനുള്ള സഹായം എല്ലാം ചെയ്തു തരുന്ന അവർ തന്നെയാണ്. പിന്നെ അതിന് ഉപരി എനിക്ക് സഹകാരിയുടെ പ്ലാറ്റ്ഫോം, ഞാൻ ഓൺലൈനായിട്ടാണ് ഇവിടെ പഠിച്ചത്. ഞാൻ ഇവിടെ ഓഫ്ലൈൻ ബാച്ചിനൊക്കെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് വന്ന് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ആദ്യമായിട്ട് ഇവിടെ സഹകാരിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും ഞാൻ ശ്യാം സാറിനായിരുന്നു ഫസ്റ്റ് കോൺടാക്ട് ചെയ്ത്, സാറേ ഓഫ്ലൈൻ ബാച്ച് ഞായറാഴ്ച മാത്രം കിട്ടുമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെ ഒരു ഓഫ്ലൈനിലെ ബാച്ച് ഇപ്പം ഇല്ല, എന്തായാലും തുടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ 2-3 ഒരുപാട് പേരായിട്ട് തിരക്കുമ്പോൾ പറഞ്ഞു ഓൺലൈൻ ബാച്ച് നല്ല ക്ലാസ്സാണ്, അത് നമുക്ക് വളരെ വർത്താകുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ഓൺലൈൻ ബാച്ചിന് ജോയിൻ ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന ഇത് എനിക്ക് മറ്റ് ഓൺലൈൻ ബാച്ച് ക്ലാസ്സുകളെ കുറിച്ച് കമ്പയർ ചെയ്ത് നോക്കുന്നില്ല. എന്ന് വെച്ചാൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ്ലൈനിൽ ഇരുത്തി എങ്ങനെ പഠിപ്പിക്കുന്നു ആ ഒരു രീതിയാണ്. വീക്ക്ലി എക്സാം, ഇൻഡിവിജ്വൽ മെൻറ്റേഴ്സ് നമുക്ക് അത്രയും ഗൈഡ് ചെയ്താണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അഞ്ജലി മിസ്സായിരുന്നു മെൻറ്റർ. നല്ലൊരു ഗൈഡൻസ് ആയിരുന്നു മാമിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. പിന്നെ ഇവർ പറയണ പോലെ പഠിച്ചാൽ മതി. ഒരുപാട് കൂടുതലും പഠിക്കേണ്ട, കുറവും പഠിക്കേണ്ട. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് എല്ലാ വീക്കിലി എക്സാം എഴുതി പോയാൽ മതി. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓൾമോസ്റ്റ് ഒരാഴ്ചത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ അതിന് വിഴുങ്ങിയാൽ മതി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ ടെക്സ്റ്റിൻ്റെ പുറത്ത് വേറെ ഒരു റീഡിങ്ങിൻ്റെ ആവശ്യമില്ല. കാര്യം അത്രയും നല്ല ക്ലാസ്സാണ്, നല്ല കണ്ടന്റും ആണ്, നല്ല ക്ലാസ്സാണ്. ആ ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ ഈ ഓൺലൈൻ ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെയും കൂടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഒരു സ്റ്റഡീസും അങ്ങനെ. പിന്നെ ഇടയ്ക്കൊക്കെ സമയം കിട്ടണ മുറയ്ക്ക് ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വന്നിരുന്ന് വായിക്കുമായിരുന്നു. സമയം കിട്ടുമ്പോൾ ജോലി സമയം നോക്കി വരും. പറഞ്ഞതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് സിസ്റ്റത്തിന്റെ സ്ട്രെങ്ത് ആണ്, പിന്നെ നമ്മുടെ റിസർച്ചിന്റെ സ്ട്രെങ്ത് ആണ്. റിസർച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും അഭിമാനിക്കാം. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും പഠിക്കേണ്ടത് എന്ത് എന്ന് തീരുമാനിക്കുന്ന റിസർച്ച് ടീമിലുള്ള അംഗങ്ങളാണ്. അപ്പോൾ അവരാണ് ആ കണ്ടന്റ് മൊത്തത്തിൽ സ്വരൂപിച്ച് കൊണ്ടുവന്ന് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നത്. അപ്പോൾ അത് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആൾക്കാർ മാറി വരും അല്ലേ, പക്ഷേ സിസ്റ്റം വിൽ റിമെയിൻ ദ സെയിം. അതുപോലെ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ഉറപ്പായിട്ടും. അപ്പോൾ ജയശ്രീ പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് പോലെ നിരന്തരം നമുക്ക് ഫീൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലേ. ഓൺലൈനായിട്ട് നമുക്കൊരു മൂലയിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെ ആരും ഒന്നും അറിയപ്പെടാതെ ഒരു ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തതുപോലെ അല്ല, നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഓൺലൈനിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണെങ്കിൽ
പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ അതെ, അത്രേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. നമുക്ക് ഒരുപാട് ഇങ്ങനെ തടസ്സങ്ങൾ വരാം. നമ്മൾ ആ ഓരോ തടസ്സങ്ങളും മാറ്റി നമുക്ക് നമ്മുടെ സക്സസിലോട്ട് നമുക്ക് ഒരുപാട് മുള്ളുകളിൽ കൂടെ നടന്ന് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പൊ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് നമ്മുടെ ഓഫീസ് കാര്യം കഴിഞ്ഞ് വീട്ടിലെത്തി, വീട്ടിലെ കാര്യവും കഴിഞ്ഞ് മോൻ 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൻ്റെ പഠിത്തം അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി 11 മണി തൊട്ട് 1 മണി വരെ ഇരിക്കുമായിരുന്നു. പിന്നെ രാവിലെ 3 മണിക്ക് എണീറ്റ് ബാക്കി 5 മണി വരെ ഇരിക്കും. അപ്പോഴത്തേക്ക് ഏകദേശം ഉറക്കമൊക്കെ കണ്ണിൽ വരും. പിന്നെ നമ്മുടെ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ഒഴിവാക്കി കുറച്ച് ഉറക്കമൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറച്ച് സക്സസ് വിദൂരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിൽ മുന്നേറിയാൽ മാത്രം മതി. പിന്നെ ഈ മെറ്റീരിയൽസും ഇത് പഠിച്ചപ്പോൾ ഓൾമോസ്റ്റ് ഒരാഴ്ചയിലെ വീക്കിലി എക്സാം എഴുതുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആ സാധനം എല്ലാം ഞാൻ പഠിച്ചു എന്നുള്ളൊരു സംതൃപ്തിയുണ്ട്. പിന്നെ നമ്മളൊരു വർക്കിംഗ് വിമൺ ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ജോലിയിൽ ടെൻഷൻ കാണും, വീട്ടിൽ ടെൻഷൻ കാണും. നമ്മൾ ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞ ഒരാളും കൂടെ ആണ് ഞാൻ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും നമ്മൾ ഒരുപാട് സ്ട്രെസ്സിൽ കൂടെ തന്നെയാണ് ഞാൻ പഠിച്ചത്. അത്രയും എനിക്കിത് എങ്ങനെയും നേടണം എന്നായിരുന്നു. ഫസ്റ്റ് അഡ്വൈസിൽ വരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അതായിരുന്നു അത് സത്യമാണ്. സാറിനെ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു, സാറേ എനിക്ക് എത്ര കിട്ടുമായിരിക്കും. അപ്പൊ സാറ് പറയും 30 മാക്സിമം 30 എത്തും എന്ന് പറഞ്ഞായിരുന്നു. അപ്പം സാറ് പറഞ്ഞത് സത്യമായി, കറക്റ്റ് 30ാമത്തെ റാങ്ക് തന്നെയായിരുന്നു. പിന്നെ ഫസ്റ്റ് അഡ്വൈസ് വരണമെന്നായിരുന്നു. കാര്യം PSCയിൽ വന്ന് റാങ്ക് ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്നിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ മുന്നോട്ടുള്ള റാങ്ക് തന്നെയാണ്. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും 1ാമതെന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം. എന്നാലേ നമ്മൾ 9ാമതെങ്കിലും ആയി മാറുകയുള്ളൂ. നമ്മൾ ഞാൻ 1 തന്നെയാണ് എയിം ചെയ്തത്. പക്ഷെ 30 എത്തി. പിന്നെ PSC ആണ്, ഡിലീഷനും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. അപ്പം മാർക്ക് ഇതിൽ നിന്ന് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഡിലീഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള മാർക്കാണിത്. റിവിഷൻ സ്ട്രാറ്റജി നമ്മൾ കറക്റ്റ് സ്റ്റഡി ഇങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്ക് റിവിഷൻ ആ എക്സാം ഉണ്ട്. റിവിഷൻ എക്സാം ആ ഒരു ടൈമിൽ ഇതിൽ മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ടൈം തരും. ആ ടൈമിൽ നമ്മൾ എഴുതി തീർക്കാൻ നമുക്ക് ആ ഒരു പണ്ട് നമ്മൾ മാത്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടൈം വെച്ച് ചെയ്യുമ്പോൾ ആ എക്സാമിൽ നമുക്ക് ആ ഒരു പേടി മാറും. അതുപോലെയായിരുന്നു ഇവിടുത്തെ എക്സാം. ആ ടൈമിനുള്ളിൽ ഈ ക്വസ്റ്റ്യന് കൃത്യമായി നെഗറ്റീവ് അടിക്കാതെ അത് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം എനിക്ക് എക്സാം കഴിഞ്ഞിട്ട് പിന്നെ 3 മിനിറ്റ് സമയം വീണ്ടും കിട്ടി റിവൈസ് ചെയ്യാനായിട്ട്. വെരി ഗുഡ്. അതൊരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാര്യം ഒരു PSC എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ സമയം കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ എക്സാം റിപ്പീറ്റ് ചെയ്ത് എഴുതി പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. എല്ലാവരും പഠിക്കും, റിവിഷൻ കുറേയൊക്കെ ചെയ്യും, അവിടെ കിടക്കും അല്ലേ. ബാക്കി ഇനി ഇത്തിരി പഠിച്ചില്ലെന്നുണ്ട് ബാക്കി അത് പഠിക്കാൻ പോകും. പഠിക്കുക, റിവൈസ് ചെയ്യുക, അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ നീന്താൻ പോകുമ്പോഴത്തേക്കും പോസ്റ്റിൽ പഠിച്ചിട്ട് പോകാൻ പോകുന്നതല്ല, നമ്മൾ MCQ എഴുതാനാണ് പോകുന്നത്. അപ്പോൾ MCQ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അവസാനത്തെ പെർഫോമൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ 3 മിനിറ്റ് സ്പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 3 കിട്ടിയെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ജയശ്രീ പെർഫോമൻസിൽ എന്തൊക്കെയോ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവസാനം എന്തൊക്കെയായിരുന്നു പെർഫോമൻസ്? അത് ശരിക്കും റിവിഷൻ എക്സാം ഒരു എക്സാം എഴുതി കഴിഞ്ഞത് മാർക്ക് കണ്ടിട്ട് പിന്നെയും വിട്ടില്ല. വീണ്ടും ആ എഴുതിയ എക്സാമുകൾ തന്നെ വീണ്ടും റിവൈസ് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ വീക്കിലി എക്സാം പരീക്ഷ ഹാളിൽ കയറിയപ്പോൾ എന്തൊക്കെയായിരുന്നു സ്ട്രാറ്റജി? പരീക്ഷ ഹാളിൽ കയറിയപ്പോൾ ഞാൻ നല്ല കൂളായിരുന്നു. സത്യം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് കാര്യങ്ങൾ ഒരുവിധം അറിയായിരുന്നു. നല്ല ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നടത്തിയത്. നമുക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള കാച്ചി കുറുക്കിയ രീതിയിൽ കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടുമായിരുന്നു. അപ്പം അത് തന്നെ വന്നു. പിന്നെ എനിക്ക് കൂടുതൽ ഇരുന്ന് പഠിക്കുന്ന സമയം കുറവായിരുന്നു. ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ഹെഡ്സെറ്റിൽ വെച്ച് ക്ലാസ് കേട്ടോണ്ട് ഇവിടുത്തെ ക്ലാസ് റിവൈൻഡ് ചെയ്ത് തലേ ദിവസത്തെ ക്ലാസ് കേട്ടോണ്ട് പോകും. എനിക്ക് ഓഫീസിൽ ഒരു 40 മിനിറ്റ് ഡ്രൈവിംഗ് ഉണ്ട്. ആ 40 മിനിറ്റിൽ മാക്സിമം ഞാൻ കവർ ചെയ്ത് കേൾക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും 40 മിനിറ്റ് 80 മിനിറ്റ് എനിക്ക് ധാരാളം. തലേ ദിവസത്തെ ക്ലാസ് എനിക്ക് കറക്റ്റ് അതൊരു റിവിഷൻ ആണ്. പിന്നെ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്കും അപ്പോഴും ഹെഡ്സെറ്റ് വെച്ചോണ്ട് ഇതൊക്കെയുള്ളൂ പഠിക്കാൻ അവസരങ്ങൾ. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ ജോലിയും കുടുംബജീവിതവും പിന്നെ നമുക്കൊരു ഇങ്ങനെ ഒരു സക്സസും കൂടെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്ത് ഇങ്ങനെ ഇരുന്ന് പോവാതെ നമ്മൾ സമയം ആരും കൊണ്ട് തരില്ല. അത് ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ പറയുന്നിടത്തോളം ഒരു സ്ത്രീക്ക് എപ്പോഴും ഒരു ജോലി ആവശ്യമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലൊരു കുടയുള്ളതും നമ്മൾ ഒരാളുടെ കുടയിൽ കയറുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പം അത് എപ്പോഴും അത് ചിന്തിക്കണം. നമുക്ക് എപ്പോഴും ഒരു ജോലി
ഒരു നല്ലൊരു ജോലി നമ്മൾ അത് പ്രൈവറ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി ആവശ്യമാണ്. നമ്മൾ വീട്ടിലിങ്ങനെ മാറിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് വേണം, അത് ഒരു ജോലി അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. ജയശ്രീ പോലെയുള്ള ആൾക്കാർ എസ്പെഷ്യലി നിങ്ങൾക്ക് ഉറപ്പായൊരു മോട്ടിവേഷനാണ്, നിങ്ങളെ മുന്നോട്ട് നയിക്കും. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.